സാറേ, നിലവിലെ LDF സ്ഥാനാർത്ഥി, പാലക്കാട്ടെ സ്ഥാനാർത്ഥി പി സരിൻ, ഒരു കാലത്ത് അദ്ദേഹത്തിൻ്റെ ഹോബി സമൂഹ മാധ്യമങ്ങൾ വഴി പിണറായി വിജയനെ അപമാനിക്കുക എന്നതായിരുന്നു. പക്ഷേ ഇന്നലെ പാലക്കാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പി സരിന് വേണ്ടി വോട്ട് ചോദിച്ച് എത്തിയിട്ടുണ്ട്. വോട്ട് ചോദിച്ചെത്തിയതിന് ശേഷം വലിയ പുകഴ്ത്തലാണ് സരിനെക്കുറിച്ച്. എൻ്റെ ചിന്ത, പിണറായി വിജയൻ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നോ? എന്തായാലും സരിൻ 3ാം സ്ഥാനമായിരിക്കും പാലക്കാട്. എന്നിട്ട് ഈ പുകഴ്ത്തലിൻ്റെ വല്ല കാര്യമുണ്ടോ? ഇതിപ്പം സരിൻ എന്ന് പറഞ്ഞാൽ പോലെ ഡോക്ടർ പി സരിൻ അല്ലേ? അത് പറയുമ്പം വേറൊരു കാര്യം കൂടെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് വേണം മറ്റു കാര്യത്തിലേക്ക് പോകാൻ. അതായത് BJPയിൽ നിന്ന് കോൺഗ്രസ്സിലേക്ക് പോയ സന്ദീപ് വാര്യർ പിന്നെ പാണക്കാട്ട് ചെന്നിട്ട് പാണക്കാട്ട് തങ്ങളെയും കുടുംബത്തെയും വാനോളം വാഴ്ത്തുന്നത്, ഇതുവരെ എന്തായിരുന്നു ചെയ്തിരുന്നത്? അതിനിശ്ചിതമായി വിമർശിച്ചു കൊണ്ടിരുന്നവരാണ്. അപ്പോൾ എന്തായാലും കോൺഗ്രസ്സിന് ഒരു മഹാഭാഗ്യം കിട്ടി എന്നുള്ളതാണ്. അത് ഏത് തരത്തിൽ കലാശിക്കുമെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് സരിനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിണറായി വിജയനെ ഇപ്പം തിരിച്ച് വാഴ്ത്തുന്നുണ്ട് അല്ലേ? സരിനെ വാഴ്ത്തുന്നു, സരിനും തിരിച്ച് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവർക്കറിയാം, CPMന് അറിയാം, പാലക്കാട് യാതൊരു തരത്തിലും ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. അതിദയനീയമായ പരാജയമായിരിക്കും പാലക്കാട് സംഭവിക്കാൻ പോകുന്നത്. 21-ലെ CPMൻ്റെ സ്ഥാനാർത്ഥി വാങ്ങിച്ച വോട്ടിനും താഴെ പോകും. അന്ന് ഒരു കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. അതിശക്തമായ ത്രികോണ മത്സരമാണ് നടന്നത് എന്നൊക്കെ കൊണ്ട്. പക്ഷേ ഇവിടെ എന്തായാലും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതിദയനീയമായ പരാജയം ഉണ്ടാകും. ഈ ദയനീയമായ പരാജയം കണ്ടുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത്. സരിനെ എന്താ ഗംഭീരമായിട്ട് വാഴ്ത്തിയിരിക്കുകയല്ലേ? പറഞ്ഞിരിക്കുന്ന വാക്കുകൾ തന്നെ എങ്ങനെയാണ്? എന്താണ് ഈ പിന്നെ വലിയ കേമനാണ്. അതിനകത്ത് കോൺഗ്രസ്സുകാർക്കും പിന്നെ BJPക്ക് ഇപ്പോൾ വലിയ അങ്കലാപ്പാണ്. ഇതില് CPMന് ഉണർവെന്ന് സരിൻ വന്നതോടെ, സരിൻ വന്നതുകൊണ്ട്, അല്ലെങ്കിൽ CPMന് ഉണർവില്ല എന്നുള്ളതാണ്. സരിൻ വന്നതുകൊണ്ട് ഇവരുടെ ആഫീസ് പൂട്ടും എന്നുള്ള മട്ടിലാണ്. ഇത് തന്നെയാണ് നമ്മൾ കണ്ടത് തൃക്കാക്കരയിലും. തൃക്കാക്കരയിൽ എന്തായിരുന്നു? പിന്നെ അവിടെ ഒരു ഡോക്ടർ മത്സരിച്ചില്ലേ? ഡോക്ടറിനെ പറ്റി എന്താണ് പറഞ്ഞത്? ഈ ഡോക്ടർ അദ്ദേഹം വൈദ്യശാസ്ത്ര രംഗത്ത് വല്ലതും അവിടെ ഉള്ളവർക്ക് അറിയാമായിരിക്കും. അല്ലാതെ ആ ഡോക്ടറെ ഒന്നും ആർക്കും അറിഞ്ഞുകൂടാ. അത് അവിടെ സ്വതന്ത്രനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയതാണ്. പാർട്ടിക്ക് ഒരാളെ വേണം. അതും തൃക്കാക്കരയിലും അവർക്കറിയാമായിരുന്നു അവിടുന്ന് ജയിക്കാൻ പോകുന്നില്ല. എന്നിട്ട് അവരൊരു വലിയ വാശിയോടുകൂടി മന്ത്രിസഭ മുഴുവൻ അവിടെ പോയി കിടന്നു 2 ആഴ്ചയോളം. പിന്നെ 2 ആഴ്ചയല്ല, അതിൽ കൂടുതൽ, 1 മാസത്തോളം എല്ലാ വീടുകളിലും കയറി ഇറങ്ങുകയായിരുന്നു. മന്ത്രിമാർ സഹിതം കയറി ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ ഈ റിയാസൊക്കെ ആയിരുന്നു എൻ്റെ മുൻപിൽ നിന്നത്. എന്നിട്ട് എന്താ ഉണ്ടായി? 8 നിലയിൽ പൊട്ടിയില്ലേ? ആ ഡോക്ടർ ഇപ്പോൾ എവിടെ ഉണ്ട്? ഡോക്ടർ ചികിത്സിക്കാൻ പോകുന്നോ അതോ AKI സെൻറ്ററിൽ തറ തുടക്കുകയാണോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അതേ അവസ്ഥ തന്നെയായിരിക്കും ഇനി സരിനും വരാൻ പോകുന്നത്. സരിനെയൊക്കെ നോക്കിയോ കറിവേപ്പില പോലെ ഇവരെ എടുത്ത് ദൂരെ കളയും. ഇപ്പം ഈ സരിൻ ഇങ്ങോട്ട് വന്നത് ഇവർക്കൊരു സന്തോഷമായി. കാര്യം എന്താണെന്നറിയാമോ? പാലക്കാട്ട് നിന്ന് തോറ്റ് തുന്നം പാടാൻ ആരും തയ്യാറാകത്തില്ല. എന്താണ്? CPMലെ സീറ്റിന് വേണ്ടി ആരെങ്കിലും അവിടെ മോഹിച്ചോ? CPMന് അകത്തുള്ള ആരും സരിൻ്റെ പേര് പറഞ്ഞതിന് ശേഷം തങ്ങൾക്കായിരുന്നു കിട്ടേണ്ടത് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവർക്കറിയാം അവിടെ യാതൊരു തരത്തിലുള്ള മുന്നേറ്റവും ഉണ്ടാക്കാൻ പോകുന്നില്ല. കാരണം കോൺഗ്രസിനോടൊപ്പം നിൽക്കുകയാണ് BJP. അവിടെ BJPയുടെ ഒരല്പം ഈ പ്രശ്നങ്ങളില്ലായിരുന്നുവെങ്കിൽ BJPയുടെ സാധ്യത വളരെ കൂടുതലുമായിരുന്നു. സന്ദീപ് വാര്യരുടെ പ്രശ്നം ഉണ്ടാകുന്നു, ശോഭാ സുരേന്ദ്രനായിരിക്കും മത്സരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു അഭിപ്രായവും ഉണ്ടായി. കൃഷ്ണകുമാർ ഔദ്യോഗിക പക്ഷത്തിൻ്റെ ആളാണ്, അങ്ങനെയുണ്ട്. അതുകൊണ്ട് പിന്നെ BJPക്ക് വലിയ സാധ്യതയുണ്ടായിരുന്നതാണ്. അതും കളഞ്ഞു കുളിച്ചവർ. അപ്പോൾ അതിശക്തമായ മത്സരം അവർ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്കറിയാം CPMന് രക്ഷപിടിക്കാൻ വലിയ പ്രയാസമാണ് എന്നുള്ളത് അറിയാം. അതിപ്പോൾ ഞാൻ ചോദിച്ചത്, പുതുപ്പള്ളിയിലും നമ്മൾ എന്താണ് കണ്ടത്? അതിശക്തമായ മത്സരമൊക്കെ കാഴ്ചവെച്ചു വരെ. കാരണം അതൊക്കെ രാഷ്ട്രീയ തന്ത്രം തന്നെയാണെന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് അവർക്കെല്ലാവർക്കും അറിയത്തില്ലയോ ഉമ്മൻചാണ്ടിയുടെ മകനെ അവിടെ വിജയിക്കത്തുള്ളൂ.
ഇതിനപ്പുറം വേറൊരു കാര്യം വേണ്ടല്ലോ. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ പാലക്കാടും സംഭവിക്കുന്നത്. പാലക്കാട് കോൺഗ്രസിൻ്റെ ഭൂരിപക്ഷം കൂട്ടാനുള്ള എല്ലാ സാധ്യതയുമാണ് മറ്റുള്ളവർ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവർ BJP ഉണ്ടാക്കി കൊടുത്തു. അല്ല, അതോടൊപ്പം ഒരു സംശയം, സന്ദീപ് വാര്യർ വരുമ്പോൾ ഈ ന്യൂനപക്ഷത്തിന്റെ വോട്ട് കോൺഗ്രസിന് ലഭിക്കുമോ? ഏത് തരത്തിൽ ലഭിക്കാനും? അത് സന്ദീപ് വാര്യരിലൂടെ ഇത്രയും നാളെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? പിന്നെ അതിനിശ്ചിതമായിട്ട് ഇവരെ വിമർശിക്കുകയല്ലായിരുന്നോ ചെയ്തത്? ലീഗിനെയും ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളെ ഒറ്റ രാത്രി കൊണ്ട് അല്ല, അത് ചിലപ്പോൾ നിലപാട് മാറ്റുക എന്ന് പറയുന്നത്. അല്ല, അത് ആ ഇമേജ് മാറ്റാൻ വേണ്ടിയായിരിക്കും പാണക്കാട്. അത് പാണക്കാട് കൊണ്ടുപോകുന്ന ആര്? ഈ VD സതീശനൊക്കെയാണ് പാണക്കാട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഈ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണിനെയും ചെറുക്കനെയും കൂടെ ചിലടങ്ങളിൽ കൊണ്ടുപോകത്തില്ല, ചില വീടുകളിൽ കൊണ്ടുപോകുമല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ്. വിരുന്നിന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പിന്നെ സന്ദീപ് വാര്യരെ കൊണ്ട് പാണക്കാട് കുമ്പിടിയിച്ചത്. ഇത് ലീഗാണ്. അതും തമാശ. ഞാൻ ജനിച്ചത് മലപ്പുറത്തെ പെരിന്തൽമണ്ണയിലെ സർക്കാർ ആശുപത്രിയിലാണ്. അതുകൊണ്ട് മലപ്പുറവുമായി തന്നെ എനിക്ക് ബന്ധമുണ്ട്. അപ്പൊ EMS എവിടെ ജനിച്ചതെന്ന് ഈ സന്ദീപ് വാര്യർക്ക് അറിയത്തില്ലേ? EMS പിന്നെ യുവന്മാരുടെ തിണ്ണനിറങ്ങാനൊന്നും പോയിട്ടില്ലല്ലോ. EMSന് അതിൻ്റെതായ നിലപാടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതെന്താ മനസ്സിലാക്കാത്തത്? സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത്, നമുക്ക് ഈ ചില ഇടങ്ങളിൽ ചിലരൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും. ഒരു പ്രത്യേക ഒരു പാർട്ടിയിൽ നമ്മൾ നിൽക്കുകയാണെങ്കിലും മറ്റു പാർട്ടികളിലുള്ളയൊക്കെ ചിലരെ നമ്മൾ ഇഷ്ടപ്പെടും. പക്ഷേ സന്ദീപ് വാര്യരെ നമുക്കങ്ങനെ ഈ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരു ദൃഢതയുള്ള ആളായതുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒറ്റ രാത്രി കൊണ്ട് മാറുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് തന്തയില്ലാത്ത തരമാണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് പോകും, അല്ലേ? അതാണ് അവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ പാണക്കാട് പോയി അവിടെ കുമ്പിട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ ന്യൂനപക്ഷ വോട്ട് സമാഹരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണെന്നുകൊണ്ട് പിന്നെ സരിന് എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? സരിന് ഇപ്പം മുസ്ലിം സമുദായത്തിൻ്റെ അല്പം മാറ്റി നിർത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. കാരണം മുസ്ലിം പ്രീണനം അങ്ങ് നിർത്തി. കാരണം മുസ്ലിം പ്രീണനം നടത്തി ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും മുഴുവൻ ചോർച്ച സംഭവിച്ചു. അവരകന്നു പോകാൻ തുടങ്ങി. ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ വോട്ട് UDFിൽ നിന്ന് പോലും അകന്നുപോയി. കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ലീഗിൻ്റെ ഭരണമാണ്. ലീഗാണ് ഇന്ദിരാഭവനിൽ വന്ന് തുടക്കം ഒരു 5ാം മന്ത്രി പ്രശ്നവുമായി ബന്ധപ്പെട്ട്. അതെ, ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ലീഗിന് എന്തൊരു പ്രീണനമാണെന്ന് അറിയാമോ നടത്തിയത്? അമിത പ്രീണനമാണ് നടത്തിയത്. അത് അന്നേ എതിർപ്പുണ്ടായിരുന്നു. കോൺഗ്രസിനകത്ത് എന്തെങ്കിലും കാര്യങ്ങൾ തീർച്ചപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അത് ലീഗിൻ്റെ അവിടുന്ന് പാണക്കാട് എന്ന് പറയണം. ഇടയ്ക്ക് ലീഗ് ഇങ്ങി ചാടാനായിട്ട് റെഡിയായി നിന്നിരുന്നതാണ് CPMലേക്ക്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം 2 തവണയായിട്ട് അധികാരമില്ലാതെ നിൽക്കുകയാണ്. ഇനി 2026 കോൺഗ്രസ് രക്ഷപ്പെടത്തില്ലെന്നുണ്ടെങ്കിൽ ലീഗ് എങ്ങനെയും മറുകണ്ഠം ചാടി വരും. പക്ഷെ അതിനെ എതിർക്കുന്നവരുണ്ട് അതിനകത്ത് ലീഗിൽ. MK മുനീറും KM ഷാജിയെ പോലുള്ളവരൊക്കെ ഉണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് താല്പര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടിക്ക് താല്പര്യമേ ഉള്ളൂ. കുഞ്ഞാലിക്കുട്ടിയുടെ ഉപമുഖ്യമന്ത്രി പദം വരെ കണ്ടല്ലേ വന്നത്. അതല്ലേ 2019 മത്സരിച്ചു. എങ്ങോട്ട്? ലോക്സഭയിലേക്ക് മത്സരിച്ചു. കാരണം കേന്ദ്രത്തിൽ രാഹുൽ ഗാന്ധി ആയിരിക്കും വരുന്നതെന്നും പറഞ്ഞ് ഇവിടെ വയനാട്ടിൽ നിന്ന് മത്സരിച്ചു. അപ്പോൾ ലീഗിൻ്റെ അഖിലേന്ത്യാ നേതാവെന്നൊക്കെ പറഞ്ഞ് അവിടെ കേന്ദ്രമന്ത്രി പദവിയിലേക്ക് നോട്ടമിട്ട് പോയതാണ്. രക്ഷയില്ല എന്ന് കണ്ടു കഴിഞ്ഞു. പായം തീർത്ത് കെട്ടി അടുത്ത ഇങ്ങ് പോന്നു. അത് രാജിവെച്ചില്ലേ? എന്നിട്ട് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് വന്നില്ലേ? പിന്നെ അത് കഴിഞ്ഞ് വിചാരിച്ചെന്താണ്? 2021 തെരഞ്ഞെടുപ്പിൽ ഇവിടെ അധികാരത്തിൽ വരുമെന്നൊക്കെ കണക്ക് കൂട്ടി ഉപമുഖ്യമന്ത്രി പദം വരെ സ്വപ്നം കണ്ടിരുന്നതാണ്. ഇനിയിപ്പം UDF വന്നാൽ ലീഗായിരിക്കും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കോൺഗ്രസ്സുകാർ ഉടൻ തന്നെ പാണക്കാട്ടേക്ക് പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ CPMകാർ പതുക്കെ എന്താണ്, CPM അല്ലേ, പിണറായി വിജയൻ അമിത പ്രീണനമൊക്കെ നടത്തി. എന്നിട്ട് വയനാട്ടിൽ ചെന്ന് പ്രസംഗിച്ചത് തന്നെ എന്തായിരുന്നു? ജമാഅത്തെ ഇസ്ലാമി, വെൽഫെയർ പാർട്ടി, ഇവരൊക്കെ ഇസ്ലാമിക രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹൈന്ദവ വോട്ടുകളും ക്രൈസ്തവ വോട്ടുകളും സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രത്തിന് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്. അപ്പം വളരെ തന്ത്രം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ കൊണ്ടുവരാൻ സമർത്ഥനാണ്
പിണറായി വിജയൻ. ആ ഒരു സാമർഥ്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സരിൻ വന്നതിലെ അങ്കലാപ്പാണ്. ആർക്കും ഒരങ്കലാപ്പുമില്ല. സരിൻ അവിടെ ഒന്നുമല്ല എന്നുള്ളതാണ് പാലക്കാട്.